ഹലോ ഗുട്ടൻ ടാഗ്. ഏത് വെടിക്കും ജർമ്മൻ പഠിക്കാമെന്ന ജർമ്മൻ ട്യൂട്ടോറിയൽ സീരീസിന്റെ 3rd എപ്പിസോഡിലോട്ട് സ്വാഗതം. ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ മെയിൻലി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കണക്ടർ തന്നെയാണ്, ബട്ട് ഒരു ഡിഫറെൻറ്റ് വേയിലാണ് നമ്മളിത് പഠിക്കാൻ പോകുന്നത്. നമുക്കറിയാം ഫസ്റ്റത്തെ എപ്പിസോഡിൽ നമ്മളൊരു 3 കണക്ടേഴ്സ് പഠിച്ചു. സെക്കൻഡ് എപ്പിസോഡിൽ നമ്മൾ അടുത്തൊരു 3 കണക്ടർ പഠിച്ചു. ഇനി ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് 2 കണക്ടേഴ്സിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ എന്താണ് ഇതിൻ്റെ ഡിഫറൻസ്, അല്ലെങ്കിൽ നമ്മൾ ആദ്യം പഠിച്ച കണക്ടറും സെക്കൻഡ് പഠിച്ച കണക്ടേഴ്സും ഇതും തമ്മിലുള്ള ഡിഫറൻസ് എന്ത്, ഇതിൽ വരുന്ന കംപ്ലീറ്റ് ഡിഫറൻസ് എന്താണെന്നുള്ളതൊക്കെ നിങ്ങൾക്ക് ഇന്നത്തെ എപ്പിസോഡിലൂടെ മനസ്സിലാക്കാൻ പറ്റും. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന കണക്ടേഴ്സ് എന്ന് പറയുന്നത് വെൻ എന്ന് പറയുന്ന കണക്ടറും അൽസ് എന്ന് പറയുന്ന കണക്ടറുമാണ്. ഇപ്പോൾ നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും, വെൻ എന്ന് പറയുന്ന കണക്ടർ ഓൾറെഡി നമ്മളുടെ ഫസ്റ്റ് എപ്പിസോഡിൽ പഠിച്ചതല്ലേ? അതെ, നമ്മൾ ഓൾറെഡി വെൻ എന്ന് പറയുന്ന കണക്ടർ പഠിച്ചതാണ്. പക്ഷേ ഈ വെൻ എന്ന് പറയുന്ന കണക്ടർ തന്നെ വേറൊരു രീതിയിൽ നമുക്ക് ഉപയോഗിക്കാം. അതെങ്ങനെ എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ പഠിക്കാൻ പോകുന്നത്. അതുപോലെ അൽസ് എന്ന് പറയുന്ന വാക്കും ഇതിൻ്റെ ഡിഫറൻസ് എന്താണ്, വെന്നും അൽസും തമ്മിലുള്ള ഡിഫറൻസ് എന്താ, ഇവർ തമ്മിലുള്ള സിമിലാരിറ്റീസ് എന്തൊക്കെയാണെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത്. സോ ഇത് A2 നിങ്ങൾ ഉടനീളം നിങ്ങൾ A2 ലെറ്റർ എഴുതുന്ന സമയത്തും അതുപോലെ A2 ഗ്രാമർ ടോപ്പിക്കിലൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിൽക്കുന്ന 2 കണക്ടേഴ്സ് ആണ് വെന്നും അൽസും. സോ എന്താണ് ഇതിൻ്റെ ഡിഫറൻസ്, എന്താണ് ഇതിൻ്റെ സിമിലാരിറ്റീസ് എന്നാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന 2 കണക്ടേഴ്സ് എന്ന് പറയുന്നതാണ് വെൻ അതുപോലെ അൽസ് എന്ന് പറയുന്ന കണക്ടർ. സോ ആദ്യം നമുക്ക് ആദ്യം ഇതിൽ അറിയേണ്ടത് ഇതിൻ്റെ രണ്ടിൻ്റെയും ബെഡോയിറ്റും അല്ലെങ്കിൽ മീനിങ്സ് ആണ്. സോ വെൻ, ബെഡോയിറ്ററ്റ്, വെൻ ഓൾറെഡി നമ്മൾ പഠിച്ചതാണ്, അതുകൊണ്ട് കൂടുതലായിട്ട് ഞാൻ അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. നെക്സ്റ്റ് വരുന്നത് അൽസ് എന്ന് പറയുന്ന വാക്കാണ്. ഈ അൽസ് എന്ന് പറയുന്ന വാക്കിന് ജർമ്മനിൽ ആക്ച്വലി 3 അർത്ഥങ്ങൾ വരുന്നുണ്ട്. ഫസ്റ്റ് അർത്ഥമായിട്ട് നിങ്ങൾക്ക് പഠിക്കാം ദാൻ. ഇത് നമ്മൾ മെയിൻലി യൂസ് ചെയ്യുന്നത് കമ്പയർ ചെയ്യുന്ന സമയത്തൊക്കെ യൂസ് ചെയ്യുന്നത്. ഇതൊരു കണക്ടർ അല്ല. ഇത് ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക. ഇപ്പം നമ്മൾ പഠിക്കുന്ന അൽസിന് 3 അർത്ഥങ്ങൾ ജർമ്മനിലുണ്ട്. പക്ഷേ ഈ അൽസിന് ദാൻ എന്ന് പറയുന്നത് ഒരിക്കലും കണക്ടറായിട്ട് യൂസ് ചെയ്യുന്നതല്ല. നമ്മൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരാം. ഹീ ഈസ് ബിഗർ ദാൻ മീ, അല്ലെങ്കിൽ ദാറ്റ് ബിൽഡിംഗ് ഈസ് ടോളർ ദാൻ. ഈ ഒരു കേസിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന ആ ദാൻ എന്ന് പറയുന്ന വാക്കാണ് ഈ അൽസ്. സോ കമ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മളൊരു അൽസ് യൂസ് ചെയ്യും, പക്ഷേ ആ സമയത്ത് അതിൻ്റെ അർത്ഥം വരുന്നത് ദാൻ എന്നാണ്. അതൊരു കണക്ടർ അല്ല. അതായത് നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്ന അൽസിൻ്റെ അർത്ഥം ദാൻ അല്ല എന്നർത്ഥം. പക്ഷേ ജർമ്മനിൽ അൽസ് എന്ന് പറയുന്ന സമയത്ത് ദാൻ എന്നുള്ള അർത്ഥമുണ്ട്. അത് കമ്പയർ ചെയ്യുന്ന സിറ്റുവേഷനിൽ വരുന്നതാണ്. സെക്കൻഡ് അർത്ഥം ഈ അൽസ് എന്നതിന് വരുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ വെൻ എന്ന് പറയുന്ന അർത്ഥമാണ്. സോ എന്താണ് മുകളിൽ കൊടുത്ത WENN വെന്നും ഇവിടെ കൊടുത്തിട്ടുള്ള ഈ ഒരു അൽസ് തമ്മിലുള്ള ഡിഫറൻസ് എന്നുള്ളത് നമ്മൾ പഠിക്കും. സോ ഇതാണ് ശരിക്കും ഇവിടെ കണക്ടറായിട്ട് യൂസ് ചെയ്യുന്ന അൽസ് എന്ന് പറയുന്നത്. സോ നിങ്ങൾ ചിലപ്പം ജർമ്മനിലൊരു സെൻറ്റൻസ് ഒക്കെ വായിക്കുന്ന സമയത്ത് അൽസിഷ് കിൻഡ് വാർ, അല്ലെങ്കിൽ നിങ്ങൾ അൽസിഷ് 6 Jahre alt war, ഇങ്ങനെയൊക്കെ പല സെൻറ്റൻസുകൾ കാണും. അപ്പോൾ അൽസ് എന്ന് വരുന്ന സമയത്ത് അതിൻ്റെ അർത്ഥം എന്താണെന്നുള്ളൊരു ഡൗട്ട് കുറേ പേർക്ക് ഉണ്ടാവും. സോ കണക്ടറായിട്ട് വരുന്ന സമയത്ത് മനസ്സിലാക്കുക അതിൻ്റെ അർത്ഥം വരുന്നത് വെൻ എന്നുള്ള അർത്ഥമാണ്. ഇതിൻ്റെ 3ാമത്തെ അർത്ഥം വരുന്നത് ആസ് എന്നുള്ള അർത്ഥമാണ്. ഇതും കണക്ടർ അല്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ നമ്മൾ പറയണം ഐ വർക്ക് ആസ് എ ടീച്ചർ. സോ ആ സമയത്ത് നമ്മൾ പറയാം ഇഷ് arbeite als Lehrer, ആസ് ടീച്ചർ. സോ അൽസ് എന്ന് പറയുന്ന വാക്കിന് ജർമ്മനിൽ 3 അർത്ഥങ്ങളുണ്ട്. ദാൻ എന്ന് പറയുന്ന അർത്ഥം, വെൻ എന്ന് പറയുന്ന അർത്ഥം, അതുപോലെ ആസ് എന്ന് പറയുന്ന അർത്ഥം. പക്ഷേ ഇതിൽ നിങ്ങൾ മേജർലി മനസ്സിലാക്കേണ്ട ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത് ഇതിൽ അൽസ് എന്നുള്ള ആസ് എന്നുള്ള അർത്ഥവും അൽസ് എന്നുള്ള ദാൻ എന്നുള്ള അർത്ഥവും നമ്മൾ കണക്ടർ ആയിട്ടല്ല യൂസ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്നത് ഇതിലെ സെക്കൻഡ് ഞാൻ മെൻഷൻ ചെയ്ത അൽസ് എന്നുള്ള വെൻ എന്നുള്ള അർത്ഥത്തിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഇപ്പോൾ നിങ്ങൾക്കുള്ള ഡൗട്ട് ഇതായിരിക്കും, ഈ വെന്നും അതുപോലെ ഇപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്ന അൽസും ഇത് തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഡിഫറൻസ് ബിറ്റ്വീൻ വെൻ und അൽസ്. എന്താണ് ഇത് തമ്മിലുള്ള unterschied അല്ലെങ്കിൽ ഡിഫറൻസ് ബിറ്റ്വീൻ വെൻ und അൽസ്. unterschied എന്താണ്, അല്ലെങ്കിൽ എന്താണ് വെന്നും അൽസും തമ്മിലുള്ള ഡിഫറൻസ് എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ ഫസ്റ്റ്ലി നിങ്ങൾ മനസ്സിലാക്കുക, 2ൻ്റെ അർത്ഥം വരുന്നതും വെൻ അതുപോലെ അൽസ്, ഇതിൻ്റെ 2ൻ്റെയും അർത്ഥം നിങ്ങൾ ഫസ്റ്റ് പഠിച്ചു വെക്കുക. വെൻ എന്നുള്ള അർത്ഥം ഓൾറെഡി ഞാൻ മെൻഷൻ ചെയ്തു. സെക്കൻഡ്ലി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്നുള്ളത് നമുക്ക് അറിയണമെങ്കിൽ ഇതിന് പല എക്സാമ്പിൾസ് വെച്ചിട്ട് നിങ്ങൾക്ക് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. സോ ബിഫോർ ദാറ്റ് നിങ്ങൾ മനസ്സിലാക്കാം,
നമ്മൾ ഈ വെൻ യൂസ് ചെയ്യുന്നത് പല സിറ്റുവേഷനിലാവും. മേ ബി അത് പ്രസന്റ് ടെൻസിലാവും, അല്ലെങ്കിൽ പാസ്റ്റിലാവും, ഫ്യൂച്ചറിലാവും. അങ്ങനെ പല സിറ്റുവേഷനിൽ നമ്മൾ യൂസ് ചെയ്യും. ഇപ്പോൾ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ വെൻ ഐ ഹാവ് മണി ഐ വിൽ ഗോ ടു ജർമ്മനി. എനിക്ക് പൈസ ഉണ്ടാകുന്ന സമയത്ത് ഞാൻ ജർമ്മനിയിൽ പോവും. ഓക്കെ. വെൻ ഐ വാസ് എ കിഡ് ഐ ഹാഡ് ആൻ ആക്സിഡൻറ്റ്. ഞാൻ കുട്ടിയായിരുന്നപ്പോൾ എനിക്ക് ആക്സിഡൻ്റ് ആയി. ഓക്കെ. വെൻ ഐ ആം ഹാപ്പി ഐ ടോക്ക് വിത്ത് മൈ ഫാദർ. ഞാൻ ഹാപ്പി ആകുന്ന സമയത്ത് ഞാൻ എൻ്റെ ഫാദറിൻ്റെ കൂടെ സംസാരിക്കും. 3 ടെൻസാണ് ഞാനിപ്പോൾ യൂസ് ചെയ്തത്. ആദ്യത്തെ എന്ന് പറയുന്നത് ഫ്യൂച്ചറായിട്ട് ഇപ്പോൾ പറയാം, എനിക്ക് ക്യാഷ് ഉണ്ടാവുമ്പോൾ ഞാൻ ജർമ്മനിയിൽ പോവും. സെക്കൻഡ് ഞാൻ പറഞ്ഞത് പാസ്റ്റ് ആയിരുന്നു, ഞാൻ കുട്ടിയായിരുന്നപ്പോൾ എനിക്കൊരു ആക്സിഡൻറ്റ് ഉണ്ടായി. മൂന്നാമത് ഞാൻ പറഞ്ഞത് പ്രസൻറ്റിൽ ഉള്ളതായിരുന്നു, ഞാൻ ഹാപ്പി ആകുന്ന സമയത്ത് ഞാൻ എൻ്റെ ഫാദറിനോട് സംസാരിക്കും എന്നുള്ളത്. ഇനി ഇതിലെവിടെ നമ്മൾ WENN വെൻ യൂസ് ചെയ്യണം, എവിടെ നമ്മൾ അൽസ് യൂസ് ചെയ്യണം എന്നുള്ളതാണ് എല്ലാവരുടെയും ഡൗട്ട്. എല്ലാ സ്ഥലത്തും WENN യൂസ് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ എല്ലാ സ്ഥലത്തും അൽസ് യൂസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു ഡൗട്ട് നിങ്ങൾക്ക് വന്നേക്കാം. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട സിറ്റുവേഷൻ ഇതാണ്. ഇതിൽ അൽസ് എവിടെ യൂസ് ചെയ്യണം എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അൽസ് നിങ്ങൾ യൂസ് ചെയ്യേണ്ടത് പാസ്റ്റ് ടെൻസ് ആയിരിക്കണം. ഫസ്റ്റ് കണ്ടീഷൻ ഇതാണ്, ഇത് പാസ്റ്റിൽ നടന്നൊരു ഇവൻ്റ് ആയിരിക്കണം, അവിടെ വൺ ടൈം നടന്ന ഇവൻ്റ് ആയിരിക്കണം, വൺ ടൈം ഇവൻ്റ് ആയിരിക്കണം. സോ ഇത് രണ്ടുമാണ് അൽസ് യൂസ് ചെയ്യാനുള്ള കണ്ടീഷൻ. അതായത് നിങ്ങൾ പാസ്റ്റിലെ എന്തെങ്കിലും കാര്യങ്ങൾ പറയുന്ന സമയത്ത് അവിടെ ഒറ്റ പ്രാവശ്യം നടന്ന ഇവൻ്റ് ആയിരിക്കണം. ഇപ്പോൾ ഞാൻ പറയാണ് വെൻ ഐ വാസ് എ കിഡ് ഐ ഗോ ടു സ്കൂൾ എവറി ഡേ. ഞാൻ കിഡായിരുന്ന സമയത്ത് ഞാൻ എല്ലാ ദിവസവും സ്കൂളിൽ പോയിരുന്നു. ഓക്കെ, പാസ്റ്റാണ്, പണ്ടത്തെ കാര്യമാണ്. പക്ഷേ അതെല്ലാ ദിവസവും നടക്കുന്ന കാര്യമാണ്, അല്ലെങ്കിൽ റിപ്പീറ്റ് ചെയ്യുന്ന കാര്യമാണ് ഞാൻ സ്കൂളിൽ പോകുക എന്നുള്ളത്. സോ അവിടെ നിങ്ങൾ യൂസ് ചെയ്യേണ്ടത് അൽസ് അല്ല, അവിടെ യൂസ് ചെയ്യേണ്ടത് വെൻ ആണ്. കാരണം അൽസ് യൂസ് ചെയ്യാനുള്ള കണ്ടീഷൻ എന്താ, പാസ്റ്റ് ആയിരിക്കണം, പക്ഷേ ഒറ്റ പ്രാവശ്യം നടന്ന ഇവൻ്റ് ആയിരിക്കണം. ഈ സ്കൂളിൽ പോകുക എന്ന് പറയുന്നത് റിപ്പീറ്റഡ് ഇവൻ്റ് ആണ്. സോ അവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അൽസ് യൂസ് ചെയ്യാൻ പറ്റില്ല. സോ ഈ 2 കണ്ടീഷനും വരുന്ന സമയത്ത് മാത്രമേ അൽസ് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. എന്തായാലും മനസ്സിലാക്കുക, പാസ്റ്റ് ആയിരിക്കണം, അതുപോലെ റിപ്പീറ്റഡ് ഇവൻ്റ് ആവരുത്, അതായത് ഒറ്റ പ്രാവശ്യം നടന്നു. ഇപ്പം നിങ്ങൾക്കറിയാം, ഇപ്പം ഞാൻ പറഞ്ഞൊരു സെൻറ്റൻസ് തന്നെ ഉണ്ട്, വെൻ ഐ വാസ് എ കിഡ് ഐ ഹാഡ് ആൻ ആക്സിഡൻറ്റ്. ഞാൻ കുട്ടിയായിരുന്നപ്പോൾ എനിക്കൊരു ആക്സിഡൻറ്റ് ഉണ്ട്, അതിൻ്റെ ശേഷം എനിക്ക് ആക്സിഡൻറ്റേ ഉണ്ടായിട്ടില്ല. സോ ആ സമയത്ത് എനിക്ക് എന്ത് ചെയ്യുക, അവിടുത്തെ ആ വെൻ എന്നുള്ളത് അൽസ് ആയിട്ട് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ വേറെ സെൻറ്റൻസ് പറയുന്നത് വെൻ ഐ വാസ് 6 years old ഐ വെൻ ടു ദുബായ്. എനിക്ക് 6 വയസ്സുണ്ടായിരുന്നപ്പോൾ ഞാൻ ദുബായിലോട്ട് പോയി, അതിൻ്റെ ശേഷം ഞാൻ ദുബായിലേ പോയിട്ടില്ല. സോ ആ സമയത്ത് എനിക്ക് എന്ത് ചെയ്യുക, ആ വെൻ എന്നുള്ള വാക്ക് അൽസ് ആയിട്ട് യൂസ് ചെയ്യുക. സോ പാസ്റ്റിൽ ഒറ്റ പ്രാവശ്യം നടന്ന ഇവൻറ്റുകൾക്ക് മാത്രം യൂസ് ചെയ്യുന്നതാണ് വെൻ എന്നുള്ള വാക്കിന് അൽസ് എന്നുള്ളത്. ഫ്യൂച്ചറിൽ അല്ലെങ്കിൽ പ്രസൻറ്റിലൊക്കെ ഒരു പ്രാവശ്യം നടന്ന പല കാര്യങ്ങളുണ്ടാവും, അതിലൊന്നും നിങ്ങൾ അൽസ് യൂസ് ചെയ്യാൻ പാടില്ല. കാരണം പാസ്റ്റിൽ മാത്രമേ അൽസ് യൂസ് ചെയ്യാവൂ. ബാക്കി ഏത് കണ്ടീഷൻ വരുമ്പോഴും നിങ്ങൾ യൂസ് ചെയ്യേണ്ടത് നമ്മൾ ഓൾറെഡി പഠിച്ച വെൻ എന്നുള്ള വാക്കാണ്. സോ ഇതാണ് അൽസും വെന്നും തമ്മിലുള്ള ഡിഫറൻസ്. സോ ഇത് മനസ്സിലാക്കി തരാൻ നിങ്ങൾക്ക് കുറച്ച് എക്സാമ്പിളുകൾ കാണിച്ചു തരാം. സോ zum Beispiel ഇപ്പോൾ ഫസ്റ്റ് എക്സാമ്പിൾ ആയിട്ട് ഞാൻ പറയാണ്, ഐ വെൻറ്റ് ടു ദുബായ്. I went to Dubai when I was 4 years old. When I was 4 years old. സോ ഞാൻ ദുബായിൽ പോയിരുന്നു, എനിക്ക് 4 വയസ്സായിരുന്നപ്പോൾ. ഒറ്റ പ്രാവശ്യം ഞാൻ പോയിട്ടുള്ളൂ, അതിൻ്റെ ശേഷം ഞാൻ ദുബായിലേ പോയിട്ടില്ല. സോ ഈ വെൻ എന്ന് പറയുന്ന കണക്ടർ നിങ്ങൾ മനസ്സിലാക്കുക. ഇതിന് നമ്മൾ 2 വാക്കുകൾ പഠിച്ചിട്ടുണ്ട് ഈ കണക്ടറിന്. ഐദർ നമുക്ക് WENN വെൻ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ അൽസ് യൂസ് ചെയ്യാം. അൽസ് പാസ്റ്റ് ആവണം, ഒറ്റ പ്രാവശ്യം നടന്ന ഇവൻ്റ് ആവണം. വെന്ന് നമുക്ക് എന്ത് ചെയ്യാം, പ്രസൻറ്റിലും പാസ്റ്റിലും ഫ്യൂച്ചറിലും ഒക്കെ യൂസ് ചെയ്യാം. ഡിഫറെൻറ്റ് എന്താ പറയുക, മൾട്ടിപ്പിൾ ആണെങ്കിലും ഒരു പ്രാവശ്യം ആണെങ്കിലൊക്കെ യൂസ് ചെയ്യാം. അൽസിന് മാത്രമാണ് കണ്ടീഷൻ വരുന്നത്, പാസ്റ്റിൽ ഒറ്റ പ്രാവശ്യം നടന്ന ഇവൻ്റ് ആയിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു സെൻറ്റൻസ് ഐ വെൻ ടു ദുബായ് എന്ന് പറയുന്ന സെൻറ്റൻസ് ഒറ്റ പ്രാവശ്യം നടന്നൊരു ഇവൻ്റ് ആണ്. സോ ഇത് എഴുതുന്ന സമയത്ത് എഷ് ബെൻ നാക് ദുബായ് ഗിഫ്ലോഗൻ. Ich bin nach Dubai geflogen. ഇതാണ് ഐ വെൻറ്റ് ടു ദുബായ്. Ich bin nach Dubai geflogen. ഇനി നെക്സ്റ്റ് ഞാൻ എഴുതാൻ പോകുന്നതാണ് വെൻ എന്നുള്ളത്. സോ ഇവിടെ ഇത് ഒറ്റ പ്രാവശ്യം നടന്ന ഇവൻ്റ് ആയതുകൊണ്ട് ഞാൻ യൂസ് ചെയ്യുന്നത് അൽസ്. ഓക്കെ, സോ ich bin nach Dubai geflogen als ich. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന റൂള് വെന്നിൻ്റെ സെയിം റൂൾ തന്നെയാണ് കേട്ടോ. നേബൻ സാറ്റ്സിലെ വെർബ് എന്ത് ചെയ്യണം, ലാസ്റ്റ് പൊസിഷനിൽ പോകണം. സോ als ich 4 Jahre
alt war. ഓക്കെ, ശരിക്കും ആ സെൻറ്റൻസ് എങ്ങനെയാണ്? നേബൻസാറ്റ്സിലെ ഇഷ് വാർ ഫിയർ യാർ എന്നുള്ളതാണ് ശരിക്കുള്ള സെൻറ്റൻസ്. പക്ഷേ നമുക്കറിയാം വെൻ അല്ലെങ്കിൽ അൽസ് എന്നുള്ള കണക്ടർ യൂസ് ചെയ്യുന്ന സമയത്ത് നേബൻസാറ്റ്സിലെ വെർബ് ലാസ്റ്റ് പോകണം. സോ ആ സമയത്ത് വരുന്നതാണ് അൽസിഷ് ഫിയർ യാർ ആൾട്ട് വാർ. ഇനി വേറെ ഒരു എക്സാമ്പിൾ നോക്കുകയാണ്, ഇതുകൂടെ നമുക്കൊന്ന് നോക്കാം. ഐ ആം ഹാപ്പി when I go to Dubai. ഓക്കെ, ഐ ആം ഹാപ്പി വെൻ ഐ ഗോ ടു ദുബായ്. ഞാൻ ഹാപ്പിയാണ് ഞാൻ ദുബായിലോട്ട് പോകുന്ന സമയത്ത്. സോ ഈ ഒരു സെൻറ്റൻസ് നിങ്ങൾക്ക് അറിയാം പ്രസൻറ്റ് ടെൻസിൽ വരുന്നതാണ്. മേ ബി ഇത് വൺസ് ആവാം അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ടൈംസ് ആവാം. പക്ഷേ ഇവിടെ അതൊന്നും നിങ്ങൾ നോക്കേണ്ട ആവശ്യമല്ല. കാരണം കണ്ടീഷൻ പാസ്റ്റ് ടെൻസും വൺ ടൈം ഇവൻറ്റും അല്ലെങ്കിൽ നിങ്ങൾക്ക് അൽസ് അല്ല എപ്പോഴും യൂസ് ചെയ്യേണ്ട വെന്നാണ്. സോ ഇത് നിങ്ങൾക്ക് ഈസി ആയിട്ട് തന്നെ എഴുതാം. ഇഷ് ബിൻ ഗ്ലൂക്ലിഷ്. ഇഷ് ബിൻ ഗ്ലൂക്ലിഷ്, കണക്ടറിന് മുൻപ് കോമ ചേർത്തു. വെൻ ഇഷ്, കാരണം നമുക്കറിയാം നേബൻസാറ്റ്സിലെ വെർബ് വെൻ യൂസ് ചെയ്യുമ്പോൾ ലാസ്റ്റ് പോകണം വെൻ അൽസ് യൂസ് ചെയ്യുന്ന സമയത്ത്. സോ വെൻ ഇഷ് നാക്ക് ദുബായ് ഫ്ലീഗ്. ഓക്കെ, വെൻ ഐ ഗോ ടു ദുബായ്, വെൻ ഇഷ് നാക്ക് ദുബായ് ഫ്ലീഗ്. സോ ഇതാണ് അൽസും വെന്നും തമ്മിലുള്ള ഡിഫറൻസ്. അപ്പോൾ നിങ്ങൾ ഇവിടെ മനസ്സിലാക്കേണ്ട ഡിഫറൻസ് ശരിക്കും ഇതിൻ്റെ ബിഡോയിട്ടും അല്ലെങ്കിൽ അർത്ഥത്തിലാണ്. സോ അൽസും വെന്നും രണ്ടിനും അർത്ഥം വരുന്നത് വെൻ ആണ്, പക്ഷേ ഇത് യൂസ് ചെയ്യുന്ന സിറ്റുവേഷൻസ് അതാണ് ഡിഫറൻസ് ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. വെന്ന് നമുക്ക് എവിടെയും യൂസ് ചെയ്യാം, പക്ഷേ പാസ്റ്റ് ടെൻസിൽ ഒറ്റ പ്രാവശ്യം നടന്ന ഇവൻ്റ് ആണെങ്കിൽ അവിടെ വെൻ യൂസ് ചെയ്യരുത്, അവിടെ നിങ്ങൾ യൂസ് ചെയ്യേണ്ടത് അൽസ് ആണ്. സോ ഇതായിരുന്നു ഇപ്പം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്ന എക്സാമ്പിൾ. ഈ വെന്നിനും അൽസിനും ഒരു സ്പെഷ്യാലിറ്റി കൂടെ ഉണ്ട്. അതെന്താന്നുള്ളതാണ് ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിൽ ഞാൻ പറഞ്ഞിരുന്നു. ഇത്രയും കാലം പഠിച്ച കണക്റ്റേഴ്സ് പോലെയല്ല, ഒരു ഡിഫറെൻറ്റ് വേയിലാണ് ഇത് പഠിക്കുന്നതെന്നുള്ളത്. വേറെ ഒന്നുമല്ല, ഈ വെൻ എന്ന് പറയുന്ന വാക്ക് നിങ്ങൾ എന്ത് ചെയ്യും, ഒരു സെൻറ്റൻസിൻ്റെ സ്റ്റാർട്ടിങ്ങിലും പറയും. ഫോർ എക്സാമ്പിൾ, ഐ ആം ഹാപ്പി വെൻ ഐ സ്പീക്ക് വിത്ത് മൈ ഫാദർ എന്നുള്ള സെൻറ്റൻസ് നിങ്ങൾക്ക് നേരെ തിരിച്ചും പറയാം. വെൻ ഐ സ്പീക്ക് വിത്ത് മൈ ഫാദർ ഐ ആം ഹാപ്പി, ഇങ്ങനെ നിങ്ങൾ ഇംഗ്ലീഷിൽ പറയും. അതായത് വെൻ എന്നുള്ള കണക്ടർ വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യും, ഒരു സെൻറ്റൻസ് സ്റ്റാർട്ട് ചെയ്യും. സോ കണക്ടർ വെച്ചിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, സെൻറ്റൻസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അത്തരത്തിൽ ഒരു സെൻറ്റൻസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന കണക്ടറാണ് വെൻ എന്ന് പറയുന്ന കണക്ടർ. വെൻ മീൻസ് രണ്ടും, വെന്നും അൽസും വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു സെൻറ്റൻസ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇത് ഇമ്പോർട്ടൻറ്റ് സ്പെഷ്യാലിറ്റിയാണ് വെൻ അല്ലെങ്കിൽ അൽസ് എന്ന് പറയുന്ന കണക്ടറിൻ്റെ. ഈ രണ്ട് വാക്കുകൾ വെച്ചിട്ട് നിങ്ങൾക്ക് ഒരു സെൻറ്റൻസ് ബിഗിൻ ചെയ്യാൻ അല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പറ്റും. സോ വെൻ und അൽസ്, ഈ കണക്ടേഴ്സ് വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു സെൻറ്റൻസ് ബിഗിൻ ചെയ്യാൻ അല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാനായിട്ടും പറ്റും. അപ്പോൾ അങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ആ സെൻറ്റൻസിൽ വരുന്ന ചേഞ്ചസ് എന്താണെന്നുള്ളതാണ് നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ ഒരു എക്സാമ്പിൾ ആയിട്ട് ഇപ്പോൾ നമുക്ക് നോക്കാം. when I was a kid I had an accident. ഇപ്പോൾ ഈ ഒരു എക്സാമ്പിൾ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലായി കാണും, ഞാനൊരു കുട്ടിയായിരുന്നപ്പോൾ എനിക്ക് ആക്സിഡൻറ്റ് ഉണ്ടായി. വെൻ എന്ന് പറയുന്ന കണക്ടർ വെച്ചിട്ടാണ് ഈ സെൻറ്റൻസ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം ഈ വെൻ എന്ന് പറയുന്ന കണക്ടർ ഐദർ നമുക്ക് അൽസ് യൂസ് ചെയ്യാം അല്ലെങ്കിൽ വെൻ യൂസ് ചെയ്യാം. ഇതിലേതാണ് യൂസ് ചെയ്യുക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. നമുക്കറിയാം പാസ്റ്റ് ടെൻസിൽ ഒറ്റ പ്രാവശ്യം നടന്ന ഇവൻ്റ് ആണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യേണ്ടത് ആരെയാണ്, അൽസ് ആണ് യൂസ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഈ എക്സാമ്പിൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി, ഞാനൊരു കുട്ടിയായിരുന്നപ്പോൾ എനിക്ക് ഒരു ആക്സിഡൻറ്റ് ഉണ്ടായിരുന്നു. സോ അതിന് ശേഷം ആക്സിഡൻ്റ് ഒന്നും ഉണ്ടായിട്ടില്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്യേണ്ടത് അൽസ് എന്ന് പറയുന്ന കണക്ടറാണ് ഇവിടെ യൂസ് ചെയ്യേണ്ടത്. പക്ഷേ ഇവിടെ ഒരു പ്രശ്നം കൂടെ ഉണ്ട്, ഇതിൻ്റെ റൂൾ എന്താ നമുക്കറിയില്ല. അതാണ് നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത്. അതായത് കണക്ടർ വെച്ചിട്ട് അല്ലെങ്കിൽ വെൻ അല്ലെങ്കിൽ അൽസ് വെച്ചിട്ട് ആണ് ഒരു സെൻറ്റൻസ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ അവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട റൂൾ എന്താണെന്നുള്ളത്. കാരണം ഇത്രയും കാലം നമ്മൾ പഠിച്ച കണക്ടേഴ്സ് വരുന്നതൊക്കെ നടുവിലായിരുന്നു. നേബൻസാറ്റ്സിൻ്റെയും മുന്നും അതുപോലെ ഹോപ്സാറ്റ്സിൻ്റെയും നേബൻസാറ്റ്സിൻ്റെ ഇടയിലായിട്ടായിരുന്നു കണക്ടർ വന്നത്. പക്ഷേ ഇപ്പോൾ എഴുതുന്ന ഈ സെൻറ്റൻസിൽ കണക്ടർ വെച്ചിട്ടാണ് സെൻറ്റൻസ് സ്റ്റാർട്ട് ചെയ്തത്. അങ്ങനെ ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, എന്താണ് ഈ ഹോപ്സാറ്റ്സിനും നേബൻസാറ്റ്സിനും സംഭവിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒറ്റ റൂളേ ഉള്ളൂ, കണക്ടർ വെച്ചിട്ടാണ് ഒരു സെൻറ്റൻസ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ നേബൻസാറ്റ്സിലെ വെർബും ഹോപ്സാറ്റ്സിലെ വെർബും അടുത്തടുത്ത് വരണം. ഓക്കെ, സോ ഇതാണ് കണ്ടീഷൻ. വെർബുകൾ അതായത് നേബൻസാറ്റ്സിലെ വെർബും ഹോപ്സാറ്റ്സിലെ വെർബും അടുത്തടുത്ത് വരണം, അഡ്ജസൻ്റ് ആയിട്ട് വരണം. സോ ഇതാണ് ഇവിടുത്തെ മെയിൻ കണ്ടീഷൻ എന്ന് പറയുന്നത്.
അതിൻ്റെ കൂടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട റൂളാണ് കോമ വെച്ചിട്ട് ആ വെർബുകൾ സെപ്പറേറ്റ് ചെയ്യണം. കോമ യൂസ് ചെയ്തിട്ട് ആ വെർബുകൾ സെപ്പറേറ്റ് ചെയ്യുക എന്നുള്ളതാണ് അവിടുത്തെ സെക്കൻഡ് കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. സോ ഒന്നുകൂടെ പറഞ്ഞുതരാം. ഒരു കണക്ടർ വെച്ചിട്ടാണ് ഒരു സെൻറ്റൻസ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ നേബൻസാറ്റ്സിലെ വെർബും ഹോപ്സാറ്റ്സിലെ വെർബും അടുത്തടുത്ത് വരണം. ആ വെർബുകൾ കോമ വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? സെപ്പറേറ്റ് ചെയ്യണം. ഇനി അതൊന്ന് നിങ്ങൾക്ക് എക്സാമ്പിൾ വഴി എക്സ്പ്ലെയിൻ ചെയ്ത് തരാം, കാരണം ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് കൂടുതലായിട്ട് മനസ്സിലായി കാണില്ല. ഇപ്പോൾ ഈ ഒരു എക്സാമ്പിൾ, വെൻ ഐ വാസ് എ കിഡ് ഐ ഹാഡ് ആൻ ആക്സിഡൻറ്റ്. ഈ സെൻറ്റൻസിൽ നിങ്ങൾക്ക് അറിയാം വെൻ ഐ വാസ് എ കിഡിലെ ഫസ്റ്റ് സെൻറ്റൻസിൽ വാസ് എന്നുള്ളതാണ് ഇവിടുത്തെ വെർബ്. ഐ ഹാഡ് ആൻ ആക്സിഡൻറ്റ് എന്ന് പറയുന്ന സെൻറ്റൻസിൽ ഹാഡ് എന്നുള്ളതാണ് ഇവിടുത്തെ വെർബ്. ഈ രണ്ട് വെർബുകളും അടുത്തടുത്ത് വരണം എന്നുള്ളതാണ് റൂള്. അത് കോമ വെച്ചിട്ട് സെപ്പറേറ്റ് ചെയ്യണം. ഈ രണ്ട് വെർബുകൾ അടുത്തടുത്ത് വരണമെങ്കിൽ ഇതിനൊറ്റ പൊസിഷനേ ഉള്ളൂ. ഈ ഫസ്റ്റ് സെൻറ്റൻസിൻ്റെ ലാസ്റ്റിലോട്ടും സെക്കൻഡ് സെൻറ്റൻസിൽ നിന്ന് ആ സെൻറ്റൻസിൻ്റെ ഫസ്റ്റിലോട്ടും വെർബിനെ കൊണ്ടുവരിക. ഓക്കെ, ഇതാണ് ഇവിടുത്തെ റൂളായിട്ട് വരുന്നത്. അങ്ങനെ വരുന്ന സമയത്ത് ഇത് ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ ഇപ്പോൾ വെൻ ഐ വാസ് എ കിഡ് എന്നുള്ള സെൻറ്റൻസ് എങ്ങനെ വരും? വെൻ ഐ എ കിഡ് വാസ് കോമ ഹാഡ് ഐ ആൻ ആക്സിഡൻറ്റ്. ഇത് ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവാൻ എഴുതരാണ്, അല്ലാതെ അതിന് മീനിങ് ഒന്നുമില്ല. അപ്പോൾ ഇങ്ങനെ എഴുതുന്ന സമയത്താണ് എന്ത് ചെയ്യുക? നേബൻസാറ്റ്സിലെ വെർബും ഹോപ്സാറ്റ്സിലെ വെർബും അടുത്തടുത്ത് വരുന്നത്. ഈ ഒരു സെൻറ്റൻസിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും വെൻ ഐ എ കിഡ് വാസ് എന്ന് എഴുതുമ്പോൾ വാസ് എന്നുള്ള വെർബ് എന്ത് ചെയ്തു? അടുത്ത് വന്നു. ഹാഡും അടുത്തടുത്ത് വന്നു. അത് നമ്മൾ എന്ത് ചെയ്തു? കോമ വെച്ചിട്ട് സെപ്പറേറ്റ് ചെയ്തു. സോ ഇങ്ങനെ എഴുതുന്ന സമയത്താണ് നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റുക? ഇതിൻ്റെ റൂൾസ് ഫുൾഫിൽ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ്. കണക്ടർ വെച്ചിട്ടാണ് ഒരു സെൻറ്റൻസ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ നേബൻസാറ്റ്സിലെ വെർബും ഹോപ്സാറ്റ്സിലെ വെർബും അടുത്തടുത്ത് വരണം. അവ കോമ വെച്ചിട്ട് സെപ്പറേറ്റ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ഈ സെൻറ്റൻസ് എങ്ങനെ എഴുതും ജർമ്മനിൽ എന്നുള്ളത് നോക്കാം. സോ വെൻ ഐ വാസ് എ കിഡ് എന്നുള്ളതായിരുന്നു സെൻറ്റൻസ്. സോ നിങ്ങൾക്കറിയാം ഇവിടെ നമ്മൾ യൂസ് ചെയ്യേണ്ട വെൻ അൽസ് ആണ് കേട്ടോ. കാരണം എന്താ? ഇത് പാസ്റ്റിൽ ഒറ്റ പ്രാവശ്യം നടന്നതാണ്. സോ അൽസ് ഇഷ് ഐൻ കിൻഡ് വാർ. അൽസ് ഷൈൻ കിൻഡ് വാർ. ഇതാണെന്ത്? വെൻ ഐ വാസ് എ കിഡ്. Als ich ein Kind war, hatte ich einen Unfall. Als ich ein Kind war, hatte ich einen Unfall. സോ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും നേബൻസാറ്റ്സിലെ വെർബും ഹോപ്സാറ്റ്സിലെ വെർബും അടുത്തടുത്ത് വന്നു. അത് നമ്മൾ കോമ വെച്ചിട്ട് സെപ്പറേറ്റ് ചെയ്തു. സോ നിങ്ങൾ വെൻ വെച്ചിട്ട് എഴുതുന്ന ഏത് സെൻറ്റൻസുകളും നമുക്ക് എന്ത് ചെയ്യാം? ഇതുപോലെ വെന്ന് ഫസ്റ്റ് വെച്ചിട്ട് എഴുതാം. വേറെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ I am happy when I talk with my father. When I talk with my father. ഈ ഒരു സെൻറ്റൻസ് നിങ്ങൾക്ക് അറിയാം വെൻ എന്നുള്ള വാക്ക് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് നേരെ തിരിച്ചു എഴുതാം. When I talk with my father, I am happy. അങ്ങനെ വരുന്ന സമയത്ത് എങ്ങനെ ഈ സെൻറ്റൻസ് വരുന്നുള്ളത് നോക്കാം. When I talk with my father, when I talk with my father, I am happy. ഓക്കെ, ഈ സെൻറ്റൻസ് ജർമ്മനിൽ എഴുതുന്ന സമയത്ത് മെയിൻലി നിങ്ങൾ മനസ്സിലാക്കാം വെൻ ഐ ടോക്ക് വിത്ത് മൈ ഫാദർ. വെൻ എന്ന് പറയുന്ന കണക്ടർ വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ വെൻ എന്ന് പറയുന്ന കണക്ടർ ഏതായിരിക്കും? അൽസ് ആവോ അതോ വെൻ ആവോ? ഓഫ് കോഴ്സ് വെൻ ആയിരിക്കും. കാരണം എന്താ? ഇത് പാസ്റ്റ് ടെൻസ് അല്ല, അതുപോലെ ഒരു പ്രാവശ്യം നടന്നതും അല്ല. പാസ്റ്റ് ടെൻസ് അല്ല എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? വെൻ ആയിട്ട് എഴുതാം. സോ വെൻ ഇഷ് മിറ്റ് മൈനം ഫാട്ടർ, വെൻ ഇഷ് മിറ്റ് മൈനം ഫാട്ടർ റേഡെ, വെൻ ഐ ടോക്ക് വിത്ത് മൈ ഫാദർ. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ റേഡെ ഇവിടെ വന്നത്? കാരണം നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒരു കണക്ടർ വെച്ചിട്ടാണ് ഒരു സെൻറ്റൻസ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ നേബൻസാറ്റ്സിലെ വെർബും ഹോപ്സാറ്റ്സിലെ വെർബും അടുത്തടുത്ത് വരണം. സോ അത് അടുത്തടുത്ത് വരാൻ വേണ്ടിയിട്ടാണ് ഈ സെൻറ്റൻസിൽ ഈ വെർബ് ലാസ്റ്റ് വന്നത്. സോ വെൻ ഇഷ് മിറ്റ് മൈനം ഫാട്ടർ റേഡെ. ഇനി ഐ ആം ഹാപ്പി എന്നുള്ള സെൻറ്റൻസ് ആണ് നമുക്ക് എഴുതാനുള്ളത്. അതിലെ വെർബാണ് ആം എന്ന് പറയുന്നത്. സോ ബിൻ ഇഷ് glücklich. So wenn ich mit meinem Vater rede, bin ich glücklich. അപ്പോൾ ഈ ഒരു സെൻറ്റൻസ് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും നേബൻസാറ്റ്സിലെ വെർബും ഹോപ്സാറ്റ്സിലെ വെർബും അടുത്തടുത്ത് വന്നിട്ടുണ്ട്.
അതുപോലെ തന്നെ അത് നമ്മൾ കോമ വെച്ചിട്ട് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾ മെയിൻലി മനസ്സിലാക്കേണ്ടത് ഇന്നത്തെ ഒരു എപ്പിസോഡിൽ നമ്മൾ പഠിച്ച ടോപ്പിക് എന്ന് പറയുന്നത് വെൻ അൽസ് എന്ന് പറയുന്ന 2 കണക്ടറുകളെ കുറിച്ചാണ്. പക്ഷെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. ഇതിൽ മെയിനായിട്ട് പഠിച്ച കാര്യത്തിൻ്റെ ഒരു സമ്മറി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. വെന്നും അൽസും വരുന്ന സമയത്ത് നിങ്ങൾക്കറിയാം ആദ്യം പഠിക്കേണ്ടത് ഇതിൻ്റെ അർത്ഥങ്ങൾ. വെൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി നമ്മൾ പഠിച്ചതാണ്, കണക്ടറാണ്, അതിൻ്റെ അർത്ഥം വെൻ ആണെന്നുള്ളത്. അൽസിന് ജർമ്മനിൽ 3 അർത്ഥങ്ങളുണ്ട്. ആസ് എന്ന് പറയുന്ന അർത്ഥം, ദാൻ എന്ന് പറയുന്ന അർത്ഥം, അതുപോലെ നമ്മളിപ്പോൾ പറഞ്ഞ കണക്ടറിൻ്റെ വെൻ എന്നുള്ള അർത്ഥവും വരുന്നുണ്ട്. അപ്പോൾ എവിടെയാണ് ആസ് ആയിട്ട് യൂസ് ചെയ്യാമെന്നും എവിടെയാണ് ദാൻ ആയിട്ട് യൂസ് ചെയ്യാമെന്നും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നു. അത് കണക്ടർ അല്ല എന്നും നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്നു. ഇവിടെ വെൻ എന്ന് പറയുന്നതാണ് കണക്ടറായിട്ട് വരുന്നത്. സോ പാസ്റ്റ് ടെൻസിൽ, അതായത് കഴിഞ്ഞു പോയ കാര്യം ഒറ്റ പ്രാവശ്യം നടന്നിട്ടേ ഉള്ളെങ്കിൽ ആ സമയത്ത് നമ്മൾ എക്സ്പ്രസ് ചെയ്യുമ്പോൾ യൂസ് ചെയ്യുന്നത് വെൻ ആയിരിക്കില്ല, അൽസ് എന്നുള്ള വാക്കായിരിക്കും യൂസ് ചെയ്യുന്നത്. പിന്നീട് നമ്മളൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം പഠിച്ചു. കണക്ടേഴ്സിൽ ഇപ്പോൾ എത്രയും കാലം ഈ 2 എപ്പിസോഡിൽ നമ്മൾ പഠിച്ച സമയത്ത് നമ്മൾ പഠിച്ചു കണക്ടറൊക്കെ വരുന്നത് ഒരു മിഡിൽ പൊസിഷനിൽ അല്ലെങ്കിൽ ഹോപ്സാറ്റ്സിൻ്റെയും നേബൻസാറ്റ്സിൻ്റെ ഇടയിലായിരിക്കും വരുന്നത്. പക്ഷേ ഈ വെൻ അൽസ് എന്ന് പറയുന്ന കണക്ടർ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, സെൻറ്റൻസുകൾ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ സെൻറ്റൻസുകൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എന്താണ് ഡിഫറൻസ്? നേബൻസാറ്റ്സിലെയും ഹോപ്സാറ്റ്സിലെയും വെർബുകൾ അടുത്തടുത്ത് വരികയും അത് കോമ വെച്ചിട്ട് സെപ്പറേറ്റ് ചെയ്യണം എന്നുള്ളതും പഠിച്ചു. അപ്പോൾ ഈ ഒരു 2 കണക്ടേഴ്സ് പറയുന്ന സമയത്ത് വെൻ എന്ന് പറയുന്ന കണക്ടർ ഓൾറെഡി നമ്മൾ പഠിച്ചതാണ്. അൽസ് എന്നുള്ള കണക്ടറായിട്ടും പിന്നെ അതല്ലാതെ അതിൻ്റെ അർത്ഥങ്ങളും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നു. ഈ ഒരു എപ്പിസോഡിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് A2-ൽ പഠിക്കാനുള്ളൊരു ടോപ്പിക്കാണ് വെൻ അൽസ് തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്, ഇതെങ്ങനെ സ്റ്റാർട്ടിങ്ങിൽ യൂസ് ചെയ്യാം. അതുപോലെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ മതി, ലൈഫിൽ പല സിറ്റുവേഷനിൽ ഇത് നിങ്ങൾ യൂസ് ചെയ്യും വെന്നും അൽസും വെച്ചിട്ട്. അൽസ് നിങ്ങൾ യൂസ് ചെയ്യുന്നത് മെയിൻലി സ്റ്റോറീസ് വരുന്ന സമയത്തും അല്ലെങ്കിൽ ഫ്ലാഷ് ബാക്സ് ഒക്കെ പറയുന്ന സമയത്തായിരിക്കും നിങ്ങൾ മെയിൻലി ഇത് യൂസ് ചെയ്യുന്നത്. പക്ഷേ വെൻ നിങ്ങൾ സ്റ്റാർട്ടിങ്ങിൽ കുറേ സ്ഥലത്ത് ജർമ്മൻസ് യൂസ് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. അതുപോലെ വൺസ് നിങ്ങളും ജർമ്മനിയിലൊക്കെ പോയി അല്ലെങ്കിൽ ജർമ്മനിൽ ഇൻട്രാക്ഷൻ ചെയ്യുന്ന സമയത്തും പല സമയത്തും നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി വെൻ വെച്ചിട്ട് സെൻറ്റൻസ് നിങ്ങൾ തന്നെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങും. സോ ആസ് യൂഷ്വൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ നിങ്ങൾ വെൻ അൽസ് വെച്ചിട്ട് പല രീതിയിലുള്ള സെൻറ്റൻസുകൾ ക്രിയേറ്റ് ചെയ്ത് നോക്കുക. ആ സമയത്ത് വെർബിനെ കറക്റ്റായിട്ട് പ്ലേസ് ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തുക. ഇത് നിങ്ങളുടെ A2 ഗ്രാമർ ടോപ്പിക്കിൽ നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് ഇത് വെച്ചിട്ട് പല രീതിയിൽ സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്ത് നോക്കുക. ഞാൻ റിപ്പീറ്റ് ചെയ്യാണ്, വീണ്ടും നിങ്ങൾ ചെയ്യേണ്ടത് ഇതാണ്, നിങ്ങൾ ഈ അൽസ് അതുപോലെ വെൻ വെച്ചിട്ട് സെൻറ്റൻസ് പറഞ്ഞു നോക്കണം റാദർ ദാൻ റൈറ്റിംഗ്. എഴുതണ്ട എന്നല്ല, പക്ഷെ നിങ്ങൾ കൂടുതലും പ്രാക്ടീസ് ചെയ്യേണ്ടത് പറഞ്ഞുകൊണ്ടാണ്. ആ സമയത്താണ് നിങ്ങൾക്ക് സ്പീക്കിങ്ങിൽ ഇമ്പ്രൂവ്മെൻറ്റ് വരിക. ഇപ്പം നമ്മൾ കവർ ചെയ്ത 3 എപ്പിസോഡിലും നമ്മൾ കണക്റ്റേഴ്സ് എന്നുള്ള ടോപ്പിക്കിനെ കുറിച്ചായിരുന്നു എക്സ്പ്ലെയിൻ ചെയ്തത്. നമ്മൾ ആദ്യം 3 കണക്റ്റേഴ്സ് പഠിച്ചു, വൈൽ, ദാസ്, വെൻ. പിന്നീട് നമ്മൾ 3 കണക്റ്റേഴ്സ് പഠിച്ചു, ദസാൽപ്, ട്രോട്ട്സ്റ്റം, ദെൻ. ഇന്ന് നമ്മൾ പഠിച്ചത് 2 കണക്റ്റേഴ്സ് ആണ്. വെന്നും അൽസും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്നും സിമിലാരിറ്റി എന്താണെന്നുള്ളതും പഠിച്ചു. നെക്സ്റ്റ് എപ്പിസോഡിൽ നമ്മൾ A2-ൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ടോപ്പിക്കായിട്ട് വരും. സോ അതിനെല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുക. അതുവരെ നിങ്ങൾ ഈ ടോപ്പിക്കുകളൊക്കെ റിവൈസ് ചെയ്യുക. അതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളുണ്ടെങ്കിൽ ഡയറക്റ്റ്ലി നമ്മുടെ ടെലഗ്രാം പേജിൽ നിങ്ങൾ നമ്മളോട് ചോദിക്കുക. അതിന് പ്രോംപ്റ്റ് ആയിട്ട് തന്നെ നമ്മൾ റെസ്പോൺസ് തരാനും ട്രൈ ചെയ്യുന്നതായിരിക്കും. സോ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നമ്മുടെ ടെലഗ്രാം പേജിൽ നമ്മളെ കോൺടാക്ട് ചെയ്യുക. അപ്ഡേറ്റ്സിനായിട്ട് നമ്മളുടെ ഇൻസ്റ്റഗ്രാം നിങ്ങൾ ഫോളോ ചെയ്യുക. സോ സ്റ്റേ ട്യൂൺ ഫോർ 4th എപ്പിസോഡ്. Cheers.